അപ്പം എങ്ങനാ മൺട്രോയ്ക്ക് വിട്ടാലോ? ബാ പോവാം. ദേ നമ്മുടെ ചുങ്കിമണിയുമായിട്ട് ഫാമിലി ഫുള്ളായിട്ട് ഒരു യാത്ര പോവുകയാണ്. ഫാമിലി ഇൻ ദ സെൻസ് നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ചുങ്കി ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ള അവളുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഈ മൺട്രോ ഐലൻഡിലേക്ക്. വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ കൂടെ കാണാം. നമ്മളിപ്പോ എങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്? അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ട്രിപ്പിലേക്ക് ചുങ്കി കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേറെന്താ പറയുക, ദൃഷ്ടിചിന്തൻ അങ്ങനെ എന്തെങ്കിലും. കിച്ചൂട്ടാ UK നിന്ന് വന്നിട്ട് എങ്ങനെയുണ്ട് കിച്ചൂട്ടാ? പറ്റുള്ള ചൂടാണോ ഇവിടെ? ചുങ്കിക്ക് എന്താണ് പറയാനുള്ളത്? ചുങ്കിക്ക് നിന്നെ പറയണമെന്നുണ്ട്. ചുങ്കിയുടെ പാട്ട് ഉണ്ണിക്കാളി എല്ലാ ചുങ്കിയുടെ പാട്ടാണ് ഇടാൻ പോണെ. എല്ലാം അറിഞ്ഞു വെച്ചിട്ടുണ്ട്. സൗണ്ട് ഒന്ന് കൂട്ടൂ. ചന്തുമാമന്റെയാണ് എടുത്തൊരൊറ്റ എറിയറി. ഗ്ലാസ് ഒന്നും താത്തിട്ടില്ലല്ലോ. 16 Pro Max ഇല്ലെങ്കിൽ മറ്റേ ഫ്ലൈയിങ് സോസർ പോലെ പോകുന്നതാണ്. അവളും എടുക്കുന്നു നോക്ക്. നമ്മുടെ സ്റ്റാർ ചുങ്കി തന്നെയാണ്. വീഡിയോയിലുടനീളം അവളുടെ വിശേഷങ്ങൾ തന്നെയായിരിക്കും. പിന്നെ ഞങ്ങൾ പോകുന്ന മൺട്രോയുടെ ഭംഗിയും. ത്രൂ ഔട്ട് ദ ട്രിപ്പ് ചുങ്കിയുടെ എനർജി ലെവലുമായിട്ട് മാച്ച് ചെയ്യാൻ നമ്മളെല്ലാവരും അതേ പ്ലേഫുൾ മോഡിലായിരുന്നു കേട്ടോ ഫുൾ ടൈം. ഇടയ്ക്കെപ്പോഴും അറിയാണ്ട് എൻ്റെ കയ്യിൽ വന്നപ്പോൾ എടുത്ത ക്യൂട്ട് വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ അവള് അറിഞ്ഞില്ലാന്ന് തോന്നുന്നു മമ്മിയുടെ കയ്യിൽ നിന്ന് മാറിയ. അപ്പോൾ ട്രിപ്പിലുള്ളത് ചുങ്കിയുടെ അച്ഛൻ കിച്ചുവേട്ടൻ, അമ്മ ഗോപിയ ചേച്ചി, മാമൻ ചന്തു, പിന്നെ ഞാൻ, ബ്രഹ്മദത്തൻ, ജഗ്ഗു, ദീപ്തൻ. നമ്മളെന്ത് ഡീസന്റ് ആയിരുന്നല്ലേ. ചുങ്കി ഒന്നോട് അങ്ങനെ വിശദമായൊരു സ്വീകരണമൊക്കെ നമ്മുടെ മൺട്രോ എക്കോ ക്യാമ്പിൽ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ സെറനിറ്റി കാണാമല്ലോ. ചുങ്കിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫേസിൽ തന്നെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പറ്റിയാൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു പീസ് എത്ര നേരം അനുഭവിച്ചു എന്നറിയാമോ? ആൻഡ് ദാ പോകുന്നു എ ബ്യൂട്ടിഫുൾ നൈറ്റിലേക്ക്. കണ്ടല്ലോ, അപ്പോൾ ചെറിയൊരു ഡ്രസ്സിലും കൂടെ വന്നപ്പോഴത്തേക്കുള്ള ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. ശരിക്കും മൺട്രോയിൽ ഞാൻ 2ാമത്തെ പ്രാവശ്യം പോവുകയാണെങ്കിലും ദിസ് വാസ് സോ നൈസ്. എസ്പെഷ്യലി റൂമിൽ നിന്നുള്ള ഈ വ്യൂ. കണ്ണടച്ചാൽ നീയാണ് ചുങ്കിയേ.
അങ്ങനെ രാത്രി ഓരോ ചെസ് നമ്പറുകളായിട്ട് പാട്ടും ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ പിന്നെ നൈറ്റ് കഴിഞ്ഞ് ആ ഒരു ടൈം പോയത് അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. രാവിലെ എണീറ്റ് കുറച്ച് കയാക്കിംഗ് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ വൈബ് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങൾ മൺട്രോയിൽ പോകുമ്പോൾ ഈ ഒരു മൺട്രോ എക്കോ ക്യാമ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഓവർ റേറ്റഡ് ആണ്, ഹെവി റേറ്റുമാണ്. ഓക്കെ ടേസ്റ്റുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ എല്ലാ ഗ്രൂപ്പിലും കാണുമല്ലോ കുറച്ച് റീലെടുക്കാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും. അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർന്നൊരു റീലെടുത്തു, ഇഷ്ടമില്ലാത്തവർ ആ സമയവും പാക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. സോ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങാനുള്ള ടൈമൊക്കെ ആയി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിലും വഞ്ചിയിലാണ് പോവേണ്ടത്. ഇങ്ങോട്ട് വന്നതും വഞ്ചിയിലാണ്. അതായത് ഒരു ഐസൊലേറ്റഡ് ഒരു ഐലൻഡ് പോലെയാണ് ഈ മൺട്രോ എക്കോ ക്യാമ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടിയിരുന്നത് ഈ ആളുടെ ഹാപ്പിനെസ് തന്നെയാണ്. ഷീ വാസ് ഓൾ ഹാപ്പി. സോ ദാറ്റ് വാസ് അബൌട്ട് അവർ മൺട്രോ ട്രിപ്പ്. ശരിക്കും പറഞ്ഞാൽ കുറേയൊന്നും ക്യാപ്ചർ ചെയ്തില്ല എന്ന് വേണം പറയാൻ. വി വർ thoroughly എൻജോയിങ് ത്രൂ ഔട്ട്. നേച്ചറിൽ ഇങ്ങനെ അലിഞ്ഞ് ചുങ്കിനെയും കളിപ്പിച്ച് അവളുടെ ഒരു ഫസ്റ്റ് കേരള ട്രിപ്പ് അടിപൊളിയായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വിശേഷങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമായോ എങ്കിൽ ഇമോട്ടീവ്ലി യൂവേഴ്സ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. സീ യു ഇൻ ദി നെക്സ്റ്റ് വ്ളോഗ്.